പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനും നിങ്ങളുമടക്കം നമ്മൾ ഓരോരുത്തരും ജനിച്ചത് നമ്മൾ വിചാരിച്ചിട്ടല്ല. ആണോ? അല്ല, നമ്മൾ വിചാരിച്ചിട്ടല്ല ജനിച്ചത്. നമ്മൾ ഈ ലോകമുള്ള ഒരു കാലം ജീവിച്ചിരിക്കുമോ? നമ്മുടെ യുക്തി അനുസരിച്ച് നോക്കിയാൽ അതുമില്ല. ഇതിനൊക്കെ ഒരു എൻഡുണ്ട് എപ്പോഴായാലും, സ്വാഭാവികമാണ്. അതിനിടയിലുള്ള നമ്മുടെ ജീവിതകാലം, അതായത് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ജീവിതകാലം, ഇത് മൂന്നിനും 3 അക്ഷരമാണെന്ന് മറക്കണ്ട. ഈ ജനനം മുതൽ നമ്മുടെ മരണം വരെയുള്ള നമ്മുടെ ജീവിതകാലം, ആ ജീവിതകാലം പരമാവധി ആഹ്ലാദിച്ചും സന്തോഷിച്ചും ആസ്വദിച്ചും നമുക്ക് ജീവിക്കണം. വേണ്ടേ? ജീവിക്കണം. ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ സമൂഹത്തിന്, മാനവരാശിക്ക്, ഇതര ജന്തു സസ്യ വിഭാഗങ്ങൾക്ക് ഒക്കെ തന്നെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൂറിയിട്ട് പോകണം. അതെന്തെങ്കിലും സംഭാവനകൾ അവശേഷിക്കണം. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ സ്വിച്ച് ഇട്ടു, ബൾബ് കത്തി, നമ്മൾ വെളിച്ചം കിട്ടി. ഈ വെളിച്ചം കിട്ടാൻ ഇതിനു മുൻപിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട്. എത്ര ക്ഷമയോടുകൂടി ഒരു മനുഷ്യായുസ് മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെക്കുന്നു എന്ന് സ്വയം തീരുമാനിച്ച് രംഗത്ത് വരുന്ന ശാസ്ത്രജ്ഞന്മാർ അവരിലൊരാളാണ് നിങ്ങൾക്കൊക്കെ അറിയാം. ആരാണ് ഈ ബൾബ് കണ്ടുപിടിച്ചത്? ആ ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ, തോമസ് ആൽവ എഡിസനാണ് ബൾബ് കണ്ടുപിടിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ ബൾബ് വരുമ്പം ആ ഇലക്ട്രിസിറ്റി, നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ 1-2 നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയാവുന്ന ആ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ പ്രകാശമായി മാറുകയാണ്. എന്താണ്? അതിനെ പ്രകാശം, ലൈറ്റ് എനർജിയായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവിനെ കണ്ടുപിടിക്കണം. ആ വസ്തുവിനെ കണ്ടുപിടിക്കാൻ തോമസ് ആൽവ എഡിസൺ എടുത്ത സമയം നിങ്ങളൊന്ന് ആലോചിക്കുക. 2000 തവണ ഓരോ വസ്തുക്കളെ പരിശോധിച്ചു, പരീക്ഷിച്ചു, നിരീക്ഷിച്ചു. 2000 തവണയും ഉദ്ദേശ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞില്ല. 2000 തവണ കഴിഞ്ഞപ്പോഴാണ് വൈദ്യുതി പ്രവാഹം കടന്നുപോയാൽ അത് ലൈറ്റ് എനർജിയാക്കി മാറ്റുന്ന, പ്രകാശമാക്കി നമുക്ക് നൽകുന്ന ബൾബ് കണ്ടുപിടിച്ചത്. ബൾബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറമേ കവറിങ് അല്ലല്ലോ, അതിന് നടുക്ക് കാണുന്ന കത്തിജ്വലിക്കുന്ന ഭാഗമാണ്. ആ ഭാഗം ആദ്യമൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചത് ടങ്സ്റ്റൺ എന്നും ടെൻഡാലം എന്ന് പറയുന്ന 2 വസ്തുക്കളാണ്. ഇത് ചേർത്താൽ, അതിലൂടെ കടത്തിവിട്ടാൽ പ്രകാശം ലഭിക്കുമെന്ന് മനസ്സിലായി. അതിന് കടന്നുപോയ പരീക്ഷണങ്ങൾ 2000 ആണെന്ന് ഓർക്കണം. 2000 വസ്തുക്കൾ പരീക്ഷിച്ചിട്ടാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത്. ബൾബ് കണ്ടുപിടിച്ചതുപോലെ അദ്ദേഹം 1093 കണ്ടുപിടുത്തങ്ങൾ നടത്തി. എന്ന് പറഞ്ഞാൽ തീവ്രമായൊരു വികാരം, ഒരു തൃഷ്ണയാണ്. തൻ്റെ ഈ മനുഷ്യായുസ്സിൽ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും, എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും. ഇപ്പം നമുക്കറിയാം, ലക്ഷക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ ഈ ചരിത്ര കാലഘട്ടങ്ങളിൽ. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് കണ്ടുപിടിക്കാൻ കിടക്കുന്നു. അപ്പോൾ എനിക്കും നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ ധാരാളം ഐറ്റങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ളൊരു തീവ്രമായ വികാരത്തോടു കൂടി നമ്മൾ ആ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. നിങ്ങളും തീരുമാനിക്കണം, എൻ്റെ ജീവിതകാലത്ത് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ ചെയ്യും, ഞാനായിട്ട് എൻ്റേതായ പുതിയ കണ്ടുപിടുത്തങ്ങൾ അത് ഈ സമൂഹത്തിന് നൽകും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി എത്ര തവണകൾ പരീക്ഷിക്കേണ്ടി വന്നാൽ, എത്ര തവണ അതിനെ നമ്മൾ സമീപിക്കേണ്ടി വന്നാൽ അവിടെ ഒന്നും മടിയില്ല. കാരണം ലക്ഷ്യം കാണാതെ നമ്മൾ പിന്തിരിയില്ല.
എന്താണോ നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരണം. ആ ഒരു വലിയ സന്ദേശമാണ് ഈ ബൾബ് കണ്ടുപിടിക്കാൻ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഫിലമെൻ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ ഇത്രയും തവണകൾ അതിനെ സമീപിക്കുമ്പോഴും ക്ഷമയോടെ സമീപിക്കുന്നു. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യുവാനോ അവർക്ക് തന്നെ അവരുടെ ജീവിതം വിജയത്തിൽ കൊണ്ടെത്തിക്കാനോ ക്ഷമയൊരു വലിയ ഘടകമാണ്. മനുഷ്യൻ്റെ ജീവിതകാലത്ത് ഏറ്റവും വലിയ ടോണിക്, ജീവവായുവിനെ പോലെ ഏറ്റവും വലിയ ടോണിക്കാണ് ക്ഷമയെന്ന് പറയുന്നത്. ആ ക്ഷമയുടെ കാര്യത്തിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. പിൽക്കാലത്ത് അദ്ദേഹം വളർന്ന് വലിയ ശാസ്ത്രജ്ഞനായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ധാരാളം പണവും സമ്പാദിക്കുന്ന പണമെല്ലാം തൻ്റെ പരീക്ഷണശാലയിൽ, ആ പരീക്ഷണശാലയുടെ വിപുലീകരണത്തിന് വേണ്ടി തോമസ് ആൽവ എഡിസൺ ഉപയോഗിച്ചു. അങ്ങനെ ഒരു വലിയ പരീക്ഷണശാല, വേണമെങ്കിൽ സാഹിബിൻ്റെ ഭാഷയിൽ ലബോറട്ടറി അദ്ദേഹം സ്ഥാപിച്ചു. ആ ലബോറട്ടറി അദ്ദേഹം ഒരു ദിവസം ചെല്ലുമ്പോൾ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീ പിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മളാണേലും ഒന്ന് ആലോചിച്ചേ, ഞാനോ നിങ്ങളോ ഒക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് നെഞ്ചത്തടിക്കുന്നു, കരയുന്നു, വിലപിക്കുന്നു, എന്തൊക്കെയായിരിക്കും പ്രപഞ്ചത്തോടെ ഉണ്ടാവുക? എന്തൊക്കെയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഒരു ചെറിയ കളിക്കുന്ന വസ്തു നഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? പക്ഷേ തോമസ് ആൽവ എഡിസൺ എന്ത് ചെയ്തു? അത് കണ്ടിങ്ങനെ സന്തോഷിച്ചു. എന്താ കാരണം? ഇത്രയും വലിയൊരു അഗ്നിജ്വാല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊരു നല്ല ആസ്വദിക്കാൻ പറ്റുന്നൊരു അഗ്നിജ്വാല. കാരണം എന്താ? ഇതേതായാലും തീ കത്തി, ഇതെല്ലാം കത്തി നശിച്ചു പോകും, ഒരു സംശയമില്ല. പിന്നെ കരഞ്ഞോണ്ട് വന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? നഷ്ടബോധത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ തന്നെ ചെയ്ത തെറ്റുകൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ കുറ്റബോധം ഉണ്ടാവും. ഇതങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചു. അതിനെയും അദ്ദേഹം ആസ്വദിക്കാൻ ഉപയോഗിച്ചു. അദ്ദേഹം കണ്ട ആ ഒരു പ്രത്യേകതരം ജ്വാലയാണ് എല്ലാം അവിടെ കത്തി വരുന്നത്. അത് കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നു. തോമസ് ആൽവ എഡിസന് മെൻ്റൽ പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മകനെ വിളിച്ചു. മകനോട് പറഞ്ഞു, പോയി അമ്മയെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. തോമസ് ആൽവ എഡിസൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരാൻ മകനോട് പറഞ്ഞയക്കുന്നു. മകൻ വിളിച്ചുകൊണ്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചത് ഇത്തരം ഒരു ജ്വാല നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇനി കാണാനും കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ ആ ഭംഗിയൊന്ന് ആസ്വദിച്ച്, ആ ജ്വാല ഒന്ന് ആസ്വദിക്കാൻ പറഞ്ഞ് അവരെല്ലാം അന്തം വിട്ടുപോയി. അവരെല്ലാം കണ്ടു ഞാൻ സൂചിപ്പിച്ച് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അധ്വാനം അതുപോലൊരു പരീക്ഷണശാല കെട്ടിപ്പടുക്കാനാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ സാരം, നമുക്ക് നമ്മുടേതായ കുറ്റം കൊണ്ട് അല്ലാതെ നഷ്ടപ്പെടുന്ന നഷ്ടങ്ങളിലുള്ള നഷ്ടബോധമോ നിരാശയോ രൂപപ്പെടേണ്ടതില്ല. അതുപോലെ എന്ത് സംഭവിക്കാം? ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനപ്പുറത്തേക്ക് കെട്ടിപ്പടുക്കാൻ എനിക്ക് ശേഷിയുണ്ട് എന്ന തിരിച്ചറിവ്, തീർച്ചയായും ആ തിരിച്ചറിവ് നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ സർ നമുക്ക് തന്ന ഒരു വലിയ മാതൃക, നമുക്ക് വലിയ സന്ദേശം ഈ ജീവിതകാലത്ത് തന്ന ആളാണ് തോമസ് ആൽവ എഡിസൺ. അപ്രകാരം നമുക്ക് ഈ വലിയ സന്ദേശം, മഹത്തായ സന്ദേശം, ധാരാളം സന്ദേശങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ബാക്കി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ അഡ്വക്കേറ്റ് കെ.എൻ. മോഹൻദാസ്.